ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സയൻസ് വ്ലോഗേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാനല്ല, അമ്മയാണ് ഉണ്ടാക്കണേ. സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ബാസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ബിരിയാണി മസാല, സവാള, മഷ്റൂം മഞ്ഞളിലിട്ട് ബോയിൽ ചെയ്ത് ഊറ്റി കളഞ്ഞതാണ് കേട്ടോ. പുതിന കൊത്തമല്ലി ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യമുള്ള എണ്ണ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ആവശ്യം. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ആവശ്യമുള്ള എണ്ണ, അതായത് ഉള്ളിയൊക്കെ വാടി കിട്ടാനുള്ള എണ്ണ. ഞങ്ങളിവിടെ 4 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വാട്ടിയെടുത്ത ശേഷം ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായി വഴറ്റിയെടുത്ത ശേഷം പുതിന കൊത്തമല്ലി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം വാടണം കേട്ടോ. അതിലുള്ള വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വാടി വരണം. എല്ലാം വഴറ്റി ഏകദേശം ഈ ഒരു പരുവായപ്പോൾ ഞങ്ങളതൊന്ന് അടച്ചു വെച്ച് കൊടുത്തു. ശേഷമാണ് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഷ്റൂം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾ വെള്ളത്തിൽ ബോയിൽ ചെയ്ത് ഊറ്റിക്കളഞ്ഞെടുത്ത മഷ്റൂമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 2 ചെറിയ സ്പൂണിലാണ് ആഡ് ചെയ്തത്. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കേസരി പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം. നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിയിടാം. ഓരോ സ്റ്റെപ്പിലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സോ ഇപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് നന്നായി ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ആഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുക്കർ അടച്ചു വയ്ക്കണം. ഒരു വിസിൽ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് കുക്കറിൽ ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ചൂടുള്ള മഷ്റൂം ബിരിയാണി റെഡി. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.